എക്സാമിനേഷൻസ് അടുത്തു. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസം എക്സാമിനേഷൻ്റെ ഒരു പീരീഡിലേക്ക് എത്തുന്ന ഒരു ഫൈനൽ ടൈമാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രാധാന്യമുള്ളതാണ് ഫുഡ് ഹാബിറ്റുകൾ. ഈ സമയത്ത് ഔട്ട്സൈഡ് ഫുഡുകളും ജങ്ക് ഫുഡുകളും ഒക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മളെ ഹോംലി ആയിട്ടുള്ള നല്ല ഫുഡുകൾ തന്നെ വിദ്യാർത്ഥികൾ കഴിക്കുക. ഇതിനോടൊപ്പം ധാരാളം വെള്ളം കുടിക്കാൻ മടിക്കരുത്. കാരണം ധാരാളം അസുഖങ്ങൾ നമുക്ക് വരുന്നത് ഇനിയുള്ള സമയത്തുള്ള ചൂടിൻ്റെ സമയത്താണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്ലസൻ്റായും ഹാപ്പിയായും എനർജറ്റിക്കായിട്ടും ഇരിക്കണമെങ്കിൽ ധാരാളം വെള്ളം ആവശ്യമാണ്. അസുഖങ്ങൾ ഒഴിവാക്കാനും വെള്ളം ആവശ്യമാണ്. പഠനം ബെസ്റ്റാക്കാനും നമുക്ക് വെള്ളം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നന്നായി കുടിക്കുക, നല്ല ഫുഡ് ഹാബിറ്റുകൾ ശീലമാക്കുക. ഇതിനോടൊപ്പം കൃത്യമായ ടൈം ടേബിൾ വേണം, ഹാപ്പി ആയിരിക്കണം, എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും എക്സസൈസിനായിട്ട് മാറ്റിവെക്കണം, കൃത്യമായ മോഡൽ എക്സാമിനേഷൻ എഴുതണം, നമ്മുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്ത് ഇനിയുള്ള സമയത്ത് പഠിക്കണം. നമുക്കറിയാം, പരീക്ഷാ സമയത്ത് ടെൻഷൻ ഉണ്ടാകാതിരിക്കണമെങ്കിൽ പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിനെന്തു വേണം? നല്ല ഒരു ക്യാപ്സ്യൂൾ നോട്ട്, സ്റ്റഡി ചാർട്ട് കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ ടൈം ടേബിൾ മാനേജ് ചെയ്തുകൊണ്ട് എക്സസൈസുകൾക്കും പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷനും ഒക്കെ സമയം കൊടുത്ത് നല്ല ഫുഡ് ഹാബിറ്റ്സോടെ ഹാപ്പിയായി മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്ത് എക്സാം ഹാളിൽ പോയാൽ മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും, അത് ബോർഡ് എക്സാമിനേഷന് മാത്രമല്ല, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എല്ലാ എൻട്രൻസ് പരീക്ഷകളിലും ഉന്നത വിജയം നേടാൻ സാധിക്കും. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.